ചെകുത്താന്റെ എപ്പിസോഡ് 11ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെകുത്താന് ഫുഡ് കൊടുക്കേണ്ട ദിവസമാണ് ഇന്ന്. ചെകുത്താന് ഒരു പ്രത്യേക ദിവസങ്ങളിലാണ് ഫുഡ് കൊടുക്കുന്നത്. അത് ഏത് ദിവസമാണെന്ന് അറിയിക്കുന്നത് കപാലിയാണ്. രചനയാണ് ചെകുത്താന് ഫുഡ് കൊടുക്കുന്നത്. ഒരു പ്രത്യേക നാളിൽ ജനിച്ചവർക്ക് മാത്രമേ മാലിക്കിന് ഫുഡ് കൊടുക്കാൻ കഴിയുകയുള്ളൂ. രചന ചതയ നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് രചനയാണ് ചെകുത്താന് കോട്ടയിൽ പോയി ചെകുത്താന് ഫുഡ് കൊടുക്കുന്നത്. രാവിലെ കിച്ചണിൽ പോകുന്ന നിക്കി രചന ചെകുത്താന് വേണ്ടിയുള്ള ഫുഡ് എടുത്തു വെക്കുന്നത് കാണുന്ന നിക്കി മാലിക്കിനെ ഇന്ന് എങ്ങനെയെങ്കിലും കണ്ടേ പറ്റൂ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു പ്ലാൻ ചെയ്യുകയാണ്. ശേഷം രചനയുടെ അടുത്ത് പോകുന്ന നിക്കി രചനയെ സുന്ദരിയാണെന്നും സ്മാർട്ടാണെന്നും ചെകുത്താൻ കോട്ടയിൽ പോകുന്നത് കൊണ്ട് വളരെ ധൈര്യശാലിയാണെന്നും അങ്ങനെ കുറെ പുകഴ്ത്തി പറയുകയാണ് നിക്കി. എന്നിട്ട് രചനയോട് ഫുഡ് കൊടുക്കാൻ പോകുമ്പോൾ മാലിക്കിനെ കണ്ടിട്ടുണ്ടോ, കാണാൻ എങ്ങനെയാണ് എന്നൊക്കെ നിക്കി ചോദിക്കുകയാണ്. ഞാൻ കണ്ടിട്ടില്ല, ചെറിയ വാതിലിലൂടെ ഫുഡ് അകത്ത് വെക്കും, എന്നിട്ട് ഞാൻ തിരിച്ചു വരുമെന്ന് പറയുകയാണ് രചന. അത് കേൾക്കുന്ന നിക്കി രചനയോട് മാലിക് നമ്മുടെ ദൈവമാണ്, ദൈവത്തിനെ കാണുന്നത് ഒരു ഭാഗ്യമാണ്, നിനക്ക് മാലിക്കിന്റെ അടുത്ത് വരെ പോകാൻ കഴിയും, ഒരിക്കലെങ്കിലും മാലിക്കിനെ കണ്ട് ആശീർവാദം നീ വാങ്ങണം, പിന്നെ നിനക്ക് ജോലി ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, മാലിക്കിന്റെ കയ്യിൽ ഒത്തിരി നിധി കാണും, മാലിക് നിനക്ക് കുറെ സ്വർണ്ണ നാണയങ്ങളും ഡയമണ്ടും തരും എന്ന് നിക്കി പറയുന്നത് കേട്ട് രചനയുടെ മനസ്സിൽ ചെറുതായി അത്യാഗ്രഹം തോന്നുകയാണ്. ശേഷം രചന മാലിക്കിന് ഫുഡ് കൊടുക്കാൻ പോകുമ്പോൾ പുറകെ ഫോളോ ചെയ്ത് നിക്കിയും പോകുന്നു. അപ്പോൾ നിക്കിയുടെ മുമ്പിൽ പീയൂഷ് വരികയാണ്. പീയൂഷ് നിക്കിയുടെ കയ്യിലെ മുറിവിൽ മരുന്ന് ഇട്ട് തരാമെന്നും പറഞ്ഞ് നിക്കിയെ അവിടെ നിന്ന് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് നിക്കിയുടെ കയ്യിൽ മരുന്ന് ഇട്ട് കൊടുക്കുകയാണ് പീയൂഷ്. നിക്കി മനസ്സിൽ രചന പഴയ പാലസിൽ കയറുന്നതിന് മുമ്പ് രചനയുടെ അടുത്ത് പോകണമെന്ന് പറയുന്ന നിക്കി പീയൂഷിന്റെ കയ്യിൽ നിക്കി എന്ന് എഴുതിയിരിക്കുന്നത് കാണുകയാണ്. അങ്ങനെ എന്തിനാണ് എഴുതിയത് എന്ന് ചോദിച്ച് പീയൂഷിനെ വഴക്ക് പറയുകയാണ് നിക്കി. എന്നിട്ട് മരുന്ന് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് നിക്കി അവിടെ നിന്ന് പോവുകയാണ്. മറുവശത്ത് രചന ചതയ നക്ഷത്രത്തിൽ ഞാൻ എന്തിനാണ് ജനിച്ചത്, എല്ലാവരും പറയുന്നത് ഞാൻ ഭാഗ്യവതിയാണെന്ന്, മാലിക്കിന് ഫുഡ് കൊടുക്കുന്ന ഞാൻ ശാപം കിട്ടിയവളാണ് എന്ന് പറഞ്ഞ് പിറുപിറുത്താണ് രചന പോകുന്നത്. ഈ സമയം നിക്കിയെ കാണാത്തതുകൊണ്ട് വിഷമിച്ച് നിൽക്കുന്ന പീയൂഷ് നിക്കി പഴയ പാലസിലേക്ക് പോകുന്നത് കാണുകയാണ്. നിക്കിയെ മാലിക് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് പീയൂഷ് നിക്കിയുടെ പുറകെ പോവുകയാണ്. ശേഷം രചന പഴയ പാലസിലെ വാതിലിന്റെ അടുത്ത് വരികയാണ്. എന്നിട്ട് താക്കോൽ എടുത്ത് ഡോർ തുറക്കുന്ന രചന അകത്തേക്ക് കയറുന്നു. മറുവശത്ത് മാലിക്കിന്റെ രഹസ്യം ഞാൻ ഇന്ന് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു പോകുന്ന നിക്കിയെ കപാലി തന്റെ ശക്തി കൊണ്ട് ഉയർത്തി ആകാശത്ത് നിർത്തുകയാണ്. അപ്പോൾ അവിടേക്ക് വരുന്ന കപാലി നിക്കിയെ ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് നിക്കിയെ കപാലി കൊല്ലാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നിക്കിക്ക് എന്തോ ഒരു ഫീലിംഗ് മരണത്തിന്റെ അടുത്ത് എത്തി എന്ന് പോലെയൊക്കെ തോന്നുകയാണ്. ആ സമയം നിക്കി ഒരു കുട്ടിയുടെ അശരീരി കേൾക്കുകയാണ്. കണ്ണു തുറക്കൂ നിക്കി, ദുഷ്ടതയെ എതിർക്കാനുള്ള ശക്തി നിന്റെ അടുത്ത് ഉണ്ട് നിക്കി, ആ ശക്തി എന്താണെന്ന് തിരിച്ചറിയൂ നിക്കി, ഉണരൂ നിക്കി, യുദ്ധം ചെയ്യൂ എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന നിക്കി കണ്ണു തുറക്കുമ്പോൾ ഒരു ശക്തി നിക്കിയിൽ ഉണ്ടാവുകയാണ്. നിക്കി കപാലിയുടെ ശക്തിയെ എതിർക്കുകയാണ്. നിക്കി കപാലിയുടെ ദുഷ്ടശക്തിയെ നശിപ്പിക്കുമ്പോൾ ആ രണ്ടുപേരും തെറിച്ചു പോവുകയാണ്. ഈ സമയം പഴയ പാലസിന്റെ അകത്ത് കയറിയ രചന ചെറിയ വാതിലിന്റെ അടുത്ത് പോയിട്ട് ആ ഡോർ തുറന്ന് ഫുഡ് അതിന്റെ അകത്ത് വെക്കുകയാണ്. ഫുഡ് കൊണ്ടുവന്നു എന്ന് മാലിക് അറിയുകയാണ്. തുടർന്ന് ചെറിയ വാതിൽ അടച്ചു പോകാൻ തുടങ്ങുന്ന രചനയ്ക്ക് നിക്കി പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. നിധിക്ക് വേണ്ടി അത്യാഗ്രഹം തോന്നുന്ന രചന ഡോറിന്റെ അടുത്ത് പോയി ഡോർ തുറന്ന് അകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ മാലിക് ഫുഡ് കഴിക്കുന്നത് കണ്ട് പേടിച്ച് അലറി വിളിക്കുകയാണ് രചന. തുടർന്ന് പേടിച്ച് വീഴുന്ന രചനയുടെ കാലിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോകാൻ മാലിക് ശ്രമിക്കുമ്പോൾ രചന ഡോറിൽ പിടിച്ച് കിടക്കുകയാണ്. ഈ സമയം മാലിക്കിനുള്ള ഫുഡ് അവിടെ ഇരിക്കുന്നത് കാണുന്ന രചന ആ ഫുഡിനെ കാലുകൊണ്ട് തട്ടി നീക്കുകയാണ്. അത് കാണുന്ന മാലിക് ഫുഡ് എടുക്കാൻ പോകുന്ന സമയം രചന അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. മറുവശത്ത് തറയിൽ വീഴുന്ന കപാലി എന്റെ ശക്തി എതിർക്കാനുള്ള ശക്തി നിക്കിക്ക് എവിടെ നിന്ന് കിട്ടി, എന്ത് ശക്തിയാണ് നിക്കിയുടെ കൂടെ ഉള്ളത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കപാലി അവിടെ നിന്ന് പോകുന്നു. ഈ സമയം രചനയെ കാണാത്തത് കൊണ്ട് ഭവാനി പഴയ പാലസിലേക്ക് പോവുകയാണ്. ഡോറിന്റെ അടുത്ത് വരുമ്പോൾ ഭവാനിക്ക് രചന അവിടെ വന്നു എന്ന് മനസ്സിലാവുകയാണ്. കാരണം പൂട്ടിൽ താക്കോൽ ഇരിക്കുകയായിരുന്നു. ശേഷം അകത്തേക്ക് കയറുകയാണ് ഭവാനി. ചെറിയ ഡോറിന്റെ അടുത്ത് പോകുന്ന ഭവാനി എന്തോ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് രാജ് പാലസിൽ വരുന്ന ഭവാനി അവിടെ നടന്ന കാര്യങ്ങൾ പറയുകയാണ്. അവിടെ നിന്ന് രചനയുടെ വള കിട്ടിയ കാര്യവും സുമിത്രയോട് പറയുകയാണ്. അത് കേൾക്കുന്ന സുമിത്ര രചനയെ ആരോ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് ആരായിരിക്കും, ഈ ഫൂറൻ കെട്ടിൽ രചനയ്ക്ക് മാത്രമേ മാലിക്കിന് ഫുഡ് കൊടുക്കാൻ കഴിയുകയുള്ളൂ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാലിക്കിന് ഫുഡ് കൊടുക്കാൻ കഴിയില്ല, മാലിക് നമ്മളെ ആരെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഭവാനിയോട് രചനയെ അന്വേഷിച്ചു പോകാൻ പറയുകയാണ് സുമിത്ര. ഈ സമയം കാട്ടിലൂടെ പേടിച്ചോടുന്ന രചന ഒരു കുഴിയിലേക്ക് വീഴുകയാണ്. അപ്പോൾ അവിടെ രചനയെ സഹായിക്കാനായി സൗദാമിനി വരികയാണ്. സൗദാമിനി രചനയെ രക്ഷപ്പെടുന്ന രചന സൗദാമിനിയോട് നിങ്ങൾ ഈ സമയം കാട്ടിൽ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ദുഷ്ടശക്തികളെ കുറിച്ച് റിസർച്ച് ചെയ്യുകയാണ്, ഫൂറൻ കെട്ടിൽ ഒരു ചെകുത്താനുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് വന്നതെന്ന് സൗദാമിനി പറയുന്നത് കേൾക്കുന്ന രചന പേടിച്ച് ബോധം കെട്ട് വീഴുകയാണ്. ശേഷം സൗദാമിനി രചനയെ കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം കപാലി നിക്കിക്ക് ഇത്രയും ശക്തിയുള്ള കാര്യം മാലിക് അറിയാൻ പാടില്ല, അല്ലെങ്കിലേ മാലിക്കിന് പ്രഷ്യസ് ആണ് നിക്കി, ഇതും കൂടി അറിഞ്ഞാൽ പിന്നെ ഞാൻ പുറത്താകുമെന്ന് പറഞ്ഞ് കപാലി അവിടെ നിന്ന് പോവുകയാണ്. മറുവശത്ത് നേരം വെളുത്ത് വരികയാണ്. എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് പാലസിൽ പോകണമെന്ന് പറഞ്ഞു പോകുന്ന നിക്കിയുടെ മുമ്പിൽ പീയൂഷ് വരികയാണ്. പീയൂഷിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നിക്കി. നിക്കിയെ കാണുന്ന പീയൂഷ് നിക്കിയോട് നീ പുറത്തിറങ്ങിയത് ആരും അറിയണ്ട, നമുക്ക് പെട്ടെന്ന് പാലസിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നിക്കിയെ പീയൂഷ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അവർ പോകുന്നത് ഒരു സന്യാസി കാണുകയാണ്. നിക്കിയെ നോക്കി ആ സന്യാസി ഈ പെൺകുട്ടിയാണോ ഫൂറൻ കെട്ടിലെ ജനങ്ങളെ രക്ഷിക്കുന്നത്, അവരുടെ വിധി തിരുത്തി എഴുതാൻ അവൾക്ക് കഴിയുമോ എന്ന് പറയുകയാണ്. രചന പാലസിലേക്ക് തിരിച്ചു വരുമോ, സൗദാമിനി ആര് എന്നൊക്കെ അറിയാൻ വേണ്ടി അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്